ഉത്രാടം, തിരുവോണം, അവിട്ടം, അശ്വതി, ഭരണി, കാർത്തിക, ഉത്രം, അത്തം, ചിത്തിര എന്നിങ്ങനെയുള്ള 9 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ജൂൺ 14 ശനിയാഴ്ച ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പല മേഖലകളിലും വളരെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും വളരെ കാലങ്ങളായി നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സപ്പെട്ട് കിടന്നിരുന്ന ചില കാര്യങ്ങൾ പോലും സംഭവിക്കുകയും ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും. പ്രത്യേകിച്ച് ജൂൺ 14 ശനിയാഴ്ച ഈ 3 രാശിക്കാരായിട്ടുള്ള വ്യക്തികളിലും ലക്ഷ്മി ദേവിയുടെ കടാക്ഷം വളരെയധികമായിരിക്കും. അതായത് നിങ്ങൾ ചവിട്ടി നിൽക്കുന്ന ഭൂമി പോലും സ്വന്തമാക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ ആഗ്രഹം വരെ നടന്നു കിട്ടുന്ന തരത്തിലാണ് ഈ ഒരു ദിവസം നിങ്ങളിൽ ലക്ഷ്മി കടാക്ഷം നിലനിൽക്കുന്നത്. അപ്രകാരം നോക്കുമ്പോൾ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നേരിട്ട് ഈ നക്ഷത്രക്കാരെ തുണയ്ക്കുന്ന ഈ ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായ എല്ലാ കാര്യങ്ങളെപ്പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിൽ ആദ്യമായി ജൂൺ 14 ശനിയാഴ്ച ലക്ഷ്മി കടാക്ഷം ജീവിതത്തിൽ നേരിട്ട് അനുഭവിക്കുവാൻ കഴിയുന്നതിനാൽ തന്നെ നിരവധി ശുഭകാര്യങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാനുള്ള യോഗം നിലനിൽക്കുന്ന രാശിക്കാരായി വരുന്നത് ഉത്രാടം, തിരുവോണം, അവിട്ടം വരുന്ന മകരം രാശിക്കാരാണ്. മകരം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ എടുത്തു നോക്കുകയാണെങ്കിൽ ഭൂരിഭാഗം ആളുകൾക്കും ജീവിതത്തിൽ ആഗ്രഹിച്ച ഒരു ഉയർച്ച നേടിയെടുക്കുവാനും അതുപോലെ തന്നെ ആഗ്രഹിച്ച പല കാര്യങ്ങളും ഇപ്പോഴും ആഗ്രഹ സഫലീകരണത്തിലേക്ക് എത്തിക്കുവാനും കഴിഞ്ഞിട്ടില്ല. അതായത് നിങ്ങൾ എങ്ങനെ ഒരു ജീവിതമാണോ സ്വപ്നം കണ്ടിരുന്നത് അതിന് നേരെ വിപരീതമായ തരത്തിലാണ് നിങ്ങൾ ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ പലരുടെയും മനസ്സിൽ ജീവിതത്തിലെ ആഗ്രഹങ്ങളെല്ലാം വെറും ആഗ്രഹമായി മാത്രം അവശേഷിക്കുമോ എന്നുള്ള ഭയം പോലും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ നിങ്ങളുടെ പരിശ്രമങ്ങൾ ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല നിങ്ങൾ ഈ കഷ്ടതകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും നിങ്ങൾക്ക് ഭാഗ്യം കൈവെള്ളയിൽ എത്തിയിട്ട് അവിടെ നിന്ന് തട്ടിത്തെറിപ്പിക്കപ്പെടുന്ന തരത്തിലുള്ള സാഹചര്യങ്ങളും കൺമുൻപിൽ കാണേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവിധ ദുരിതങ്ങൾക്കും ഒരു ശമനം കാണുവാൻ കഴിയുന്ന തരത്തിലുള്ള ഭാഗ്യമാണ് ജൂൺ 14 ശനിയാഴ്ച ലക്ഷ്മി കടാക്ഷം നിങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുന്നത്. മാത്രമല്ല, ജീവിതത്തിൽ പല കാര്യങ്ങളും ചെയ്തിട്ടും ഒന്നും ഒരു വിജയത്തിലേക്ക് എത്താത്തതിനാൽ തന്നെ പല വ്യക്തികൾക്കും ഇപ്പോൾ അങ്ങോട്ട് ചെയ്യുന്ന കാര്യങ്ങളിലൊന്നും ഒരു ആത്മവിശ്വാസമില്ലാത്ത അവസ്ഥയാണ് നിലനിൽക്കുന്നത്. എന്നാൽ ഈ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിങ്ങളിലേക്ക് നേരിട്ട് എത്തുന്ന ഈ ഒരു ദിവസം മുതൽ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ദൃഢനിശ്ചയവും എന്തെന്നില്ലാത്ത ആത്മധൈര്യവും കൈവരും. ഇനി അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ വിട്ടുമാറാതെ വരുന്നതിനാൽ വളരെയധികം മാനസികമായി വിഷമതകളും ആരോഗ്യത്തിൽ വളരെയധികം പ്രശ്നങ്ങളും അനുഭവിച്ചു വരുന്ന ചില വ്യക്തികളുണ്ട്. അത്തരത്തിലുള്ള സാഹചര്യത്തിലൂടെ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ രോഗങ്ങൾക്ക് ശമനം കാണുവാനും ആരോഗ്യസ്ഥിതി ഒരു മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് മാറുന്നതുമായ സമയമാണ് ഈ ജൂൺ 14 ശനിയാഴ്ചയോടെ കൈവരുന്നത്. അതുപോലെ തന്നെ മകരം രാശിക്കാരായിട്ടുള്ള ചില വ്യക്തികൾക്ക് നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും സുപ്രധാനമായ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്ന ഒരു ദിവസം കൂടിയായിരിക്കും ഈ ശനിയാഴ്ച. എന്നാൽ നിങ്ങൾ ആ തീരുമാനമെടുത്ത് കഴിയുമ്പോൾ മുതൽ
നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ കർമ്മ മേഖലയിൽ സംഭവിക്കുവാൻ പോകുന്നതായി ഫലത്തിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ജൂൺ 14 ശനിയാഴ്ച ചില മകരം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ അയൽക്കാരിൽ നിന്ന് ചില നല്ലതല്ലാത്ത അനുഭവങ്ങൾ ഉണ്ടാകുമെങ്കിലും നിങ്ങൾ അതിൽ പരമാവധി പ്രതികരിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം നിങ്ങൾ ആ ഒരു സമയത്ത് അവിടെ പ്രതികരിക്കാതിരിക്കുമ്പോൾ അത് നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യുകയും അതോടൊപ്പം തന്നെ അവർക്ക് അത് തിരിച്ചടിയാവുകയും ചെയ്യും. മാത്രമല്ല ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ദോഷങ്ങളും ഉണ്ടാകുന്നതായി കാണുന്നില്ല. ഇനിയും ഏറ്റവും സുപ്രധാനമായി എടുത്തു പറയേണ്ടത് മകരം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ സാമ്പത്തിക സ്ഥിതിയിൽ വരുവാൻ പോകുന്ന മാറ്റങ്ങളെ പറ്റിയാണ്. ലക്ഷ്മി ദേവിയുടെ കടാക്ഷമുള്ള ഏതൊരു ഭവനമാണെങ്കിലും അവിടെ എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചകളും വന്നു ചേരുമെന്നുള്ളത് പോലെ തന്നെ ലക്ഷ്മി ദേവി നേരിട്ട് നിങ്ങളിലേക്ക് അനുഗ്രഹം ചൊരിയുന്ന ഈ ഒരു ദിവസം നിങ്ങൾക്ക് വളരെ വലിയ സാമ്പത്തിക നേട്ടങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ കഴിയുന്ന ഒരു ദിവസമായിരിക്കും. മാത്രമല്ല വളരെയധികം നിങ്ങൾക്ക് സന്തോഷം തരുന്ന ചില കാര്യങ്ങളും ചില ശുഭവാർത്തകളും നിങ്ങൾക്ക് ഈ ഒരു ദിവസം പ്രതീക്ഷിക്കാം. പൂർണ്ണമായിട്ടുള്ള ഫലങ്ങൾ എടുത്തു നോക്കുമ്പോൾ ജൂൺ 14 ശനിയാഴ്ച എന്ന് പറയുന്നത് മകരം രാശിക്കാർക്ക് വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഫലങ്ങൾ ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും. ഇനി രണ്ടാമതായി ഈ ജൂൺ മാസം 14 ശനിയാഴ്ച ലക്ഷ്മി ദേവിയുടെ കടാക്ഷം നേരിട്ട് ജീവിതത്തിലേക്ക് ലഭിക്കുവാനുള്ള മഹാഭാഗ്യം സിദ്ധിച്ചിരിക്കുന്ന രാശിക്കാരായി വരുന്നത് അശ്വതി, ഭരണി, കാർത്തിക വരുന്ന മേടം രാശിക്കാരാണ്. പ്രത്യേകിച്ച് മേടം രാശിക്കാരായിട്ടുള്ള വ്യക്തികളിൽ ലക്ഷ്മി കടാക്ഷം നിറഞ്ഞു തുളുമ്പുന്ന ഈ ഒരു ദിവസം നിങ്ങളുടെ ഭവനങ്ങളിൽ വരെ വളരെയധികം മനസ്സമാധാനവും സന്തോഷവും നിറഞ്ഞ കാര്യങ്ങൾ ഉണ്ടാകുവാൻ പോകുന്നതായി ഫലത്തിൽ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് മേടം രാശിക്കാരായിട്ടുള്ള +2 വിദ്യാഭ്യാസമൊക്കെ പൂർത്തീകരിച്ച് പുനർപഠനത്തിന് വേണ്ടി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അഡ്മിഷൻ ലഭിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും സാമ്പത്തികമായ പ്രശ്നങ്ങൾ കൊണ്ട് അത് നടക്കില്ലല്ലോ എന്ന് ചിന്തിച്ച് മനസ്സ് വിഷമിക്കുന്ന ചില കുട്ടികളും അവരുടെ മാതാപിതാക്കളുമുണ്ട്. അത്തരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികൾക്കൊക്കെ ഈ ലക്ഷ്മി കടാക്ഷം നിങ്ങളിലേക്ക് എത്തുന്ന ഈ ഒരു സമയത്ത് വളരെ അത്ഭുതകരമായി നിങ്ങൾക്ക് ആവശ്യമുള്ള സാമ്പത്തിക വഴികൾ ഒരുങ്ങി വരികയും അതോടൊപ്പം തന്നെ നിങ്ങൾ ആഗ്രഹിച്ച വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ പഠനം തുടരുവാനുള്ള സൗഭാഗ്യം നിങ്ങൾക്ക് ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഈ ജൂൺ 14 ശനിയാഴ്ച മേടം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ തീരുമാനമെടുക്കുവാൻ കഴിയാത്ത ചില സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് നൽകുന്ന ചില ഉപദേശങ്ങൾ നിങ്ങൾക്ക് ഗുണകരമായി വരും. അതിനാൽ തന്നെ ഈ ഒരു ദിവസം നിങ്ങളുടെ മാതാപിതാക്കൾ പറയുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ പ്രാധാന്യം നൽകുക തന്നെ വേണം. ഇനി ഈ ശനിയാഴ്ച മേടം രാശിക്കാരുടെ സാമ്പത്തിക സ്ഥിതി എടുത്തു നോക്കുകയാണെങ്കിലും വളരെയധികം മെച്ചപ്പെട്ട പല കാര്യങ്ങളും നിങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ കാണുവാൻ കഴിയും. അതായത് നിങ്ങൾ സാമ്പത്തികമായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളിൽ നിന്നും കടബാധ്യതകളിൽ നിന്നും നിങ്ങൾക്ക് ശമനം കാണുവാൻ കഴിയുന്ന തരത്തിൽ നിങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. എന്നാൽ മേടം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ ആരോഗ്യകാര്യത്തിൽ കുറച്ചധികം ശ്രദ്ധ കാണിക്കേണ്ടതുണ്ട്. അതൊഴിച്ചാൽ എന്തുകൊണ്ടും വളരെയധികം സന്തോഷവും മനസ്സിന് സമാധാനവും അപ്രതീക്ഷിതമായ ധനവരവും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് പ്രതീക്ഷിക്കാം. ഇനി മൂന്നാമതായി ഈ ജൂൺ 14 ശനിയാഴ്ച ലക്ഷ്മി കടാക്ഷം നേരിട്ട് സിദ്ധിക്കുന്നതിനാൽ ജീവിതത്തിൽ ഒട്ടനവധി നേട്ടങ്ങൾ
അനുഭവിക്കുവാനുള്ള യോഗം നിലനിൽക്കുന്ന രാശിക്കാരായി വരുന്നത് ഉത്രം, അത്തം, ചിത്തിര വരുന്ന കന്നിരാശിക്കാരാണ്. കന്നിരാശിക്കാരായിട്ടുള്ള ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ തരണം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ നിങ്ങളുടെ മാനസിക ആരോഗ്യം പോലും നഷ്ടപ്പെട്ട തരത്തിലുള്ള അനുഭവങ്ങളിലൂടെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ലക്ഷ്മി കടാക്ഷം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഈ ഒരു സമയത്ത് നിങ്ങളുടെ മാനസികാവസ്ഥയ്ക്ക് വളരെ മെച്ചപ്പെട്ട മാറ്റങ്ങൾ ഈ ഒരു സമയത്ത് ഉണ്ടാകും. അതുപോലെ തന്നെ ഈ ശനിയാഴ്ച കന്നിരാശിയിൽ പിറന്ന ചില വ്യക്തികൾക്ക് ജീവിതത്തിൽ ചില പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവുകയും ആ വരുന്ന അവസരത്തെ നിങ്ങൾ ബുദ്ധിപൂർവം വിനിയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിന് വളരെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുമെന്നുള്ളതും ഫലത്തിൽ കാണുന്നുണ്ട്. മാത്രമല്ല, നിങ്ങൾക്ക് ജീവിതത്തിൽ ഇതുവരെ ചെയ്തു പരിചയമില്ലാത്ത ചില കാര്യങ്ങൾ, അതിനെപ്പറ്റി പുതിയ അറിവുകൾ ശേഖരിച്ച് പഠിച്ച് മനസ്സിലാക്കിയതിനു ശേഷം ചില പുതിയ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാനുള്ള യോഗവും കന്നിരാശിക്കാർക്ക് ലക്ഷ്മി കടാക്ഷത്താൽ സിദ്ധിക്കും. ഇനി പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഈ ജൂൺ 14 തീയതി ശനിയാഴ്ച പല വിധത്തിലുള്ള മംഗളകാര്യങ്ങളും ശുഭവാർത്തകളും കന്നിരാശിക്കാരായിട്ടുള്ള വ്യക്തികളെ തേടിയെത്തുമെന്നുള്ളതാണ്. എന്നാൽ അത്തരത്തിൽ നിങ്ങൾ പുതിയ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുമ്പോൾ നിങ്ങൾക്ക് വിശ്വസ്തർ എന്ന് തോന്നാത്ത ഒരു വ്യക്തിയെയും അതിൽ ഉൾപ്പെടുത്താതിരിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കന്നിരാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഒരു സമയത്ത് തടസ്സങ്ങളെല്ലാം നീങ്ങി വിദേശയാത്രാ യോഗം ഉടനടി ജീവിതത്തിൽ ഉണ്ടാകുന്നതായും ഫലത്തിൽ കാണുന്നു. അപ്പോൾ എന്തുകൊണ്ടും ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 3 രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിലും ഈ വ്യക്തികളുടെ ഭവനത്തിലും ലക്ഷ്മി ദേവിയുടെ നേരിട്ടുള്ള കടാക്ഷം ലഭിക്കുന്നതിനാൽ വളരെയധികം അനുകൂലമായ സാഹചര്യങ്ങളായിരിക്കും ഈ ജൂൺ 14 തീയതി ശനിയാഴ്ചയോടെ വന്നു ചേരുന്നത്. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.